من الشيطان الرجيم بسم الله الرحمن الرحيم فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സൂറത്തുൽ ദുഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു ഉപദേശം. അല്ലാഹു പറയുന്നു, വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥകളായ കുട്ടികളെ ഏറ്റെടുത്തു വളർത്തുന്നവർ, അനാഥകൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്നവർ, ആ സഹായങ്ങളെ പിടിച്ചു വെക്കരുത്. അനാഥകൾക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ ചിലവുകളും നമ്മുടെ സമ്പത്തിൽ നിന്ന് നാം അനാഥകൾക്ക് വേണ്ടി ചെലവാക്കും. തുടർന്ന് അല്ലാഹു പറയുന്നു, യാചിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ വിരട്ടി ഓടിക്കുന്നു. ധർമ്മം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് യാചകർ വരുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും, യാചന നിരോധിത മേഖല. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും. സത്യത്തിൽ നാം അങ്ങനെ ചെയ്യാൻ പാടില്ല. യാചകർക്ക് വേണ്ടി എന്തെങ്കിലും കണക്കാക്കി വെക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. യാചകർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ ഒരു ഭാഗം അതിലൂടെ ഒഴുകി പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നീ സ്മരിച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നല്ലൊരു ഭവനം തന്നു, വാഹനം തന്നു, സമ്പത്ത് തന്നു, ഇങ്ങനെ പലതും നമുക്കുണ്ടല്ലോ. അതെല്ലാം നാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ പ്രത്യേകം എടുത്തെടുത്ത് പറയൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വഹാബാക്കൾക്കിടയിൽ പറയാറുണ്ടായിരുന്നു. അതുപോലെ നമുക്കും നൽകിയ അനുഗ്രഹങ്ങളെ നാം എടുത്തു പറയുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇഹപര വിജയം നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഗുരുനാഥന്മാർ, നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാർ, അവരുടെ ബർസഖിയായ ജീവിതം, പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം മരണപ്പെടുന്ന സമയം ഈമാനോടുകൂടെ മരണപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.